ഹേയ് PSC ആസ്പിരൻസ്, ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ടാണ്. എങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എഫക്റ്റീവായിട്ട് ചെയ്യണം, OMR യൂസ് ചെയ്യണോ, ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്ന് കിട്ടും, എക്സാം എഴുതിയതിന് ശേഷം എക്സാം അനാലിസിസ് നമുക്ക് എങ്ങനെ നടത്താം, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. PSCയുടെ പൾസ് അറിയണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് തന്നെ ചെയ്യണം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ കിട്ടും, അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന 2 ടെലഗ്രാം ചാനലിൻ്റെ പേരാണ് ഈ കാണുന്നത്. ഒന്നാമത്തത് പ്രയാണം ഇന്നലകളിലൂടെ. ഇതിൽ PSC നടത്തുന്ന എല്ലാ എക്സാമും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നടത്തുന്ന എക്സാം അവർ ഡേറ്റ് വൈസ് അപ്ലോഡ് ചെയ്യും. നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അതേപോലെ തന്നെ രണ്ടാമത്തെ ചാനലാണ് വൊക്കാബ്സ്പീഡിയ. ഈ 2 ചാനലാണ് ക്വസ്റ്റ്യൻ പേപ്പറിന് വേണ്ടിയിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ വല്ല ചാനലും അറിയെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് ബുക്ക് വാങ്ങിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. പക്ഷേ ബുക്ക് വാങ്ങിക്കുന്ന സമയത്ത് അത് പബ്ലിഷ് ചെയ്ത അതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും ഫോൺ അഡിക്ഷനൊക്കെ ഉള്ളവർക്ക് ബുക്ക് നോക്കി പഠിക്കുന്നതാവും കുറച്ചും കൂടെ നല്ലത്. അതാണെങ്കിൽ ഇപ്പോൾ കണക്റ്റഡ് ഫാക്ട്സ് ഒക്കെ ഉള്ള ബുക്ക് വാങ്ങിച്ചാൽ നമ്മൾ വേറെ കണക്റ്റഡ് ഫാക്ട്സ് ഗൂഗിളിലോ അവിടെ ഇവിടെയും തിരഞ്ഞ് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരില്ല. ജസ്റ്റ് ആ ബുക്ക് തന്നെ നോക്കിയിട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് OMR ബുക്കാണ്. ക്വസ്റ്റ്യൻ പേപ്പറായി OMR ബുക്ക് വേണം. OMR ബുക്കിൽ മാർക്ക് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചില സമയങ്ങളിൽ ചില കുട്ടികൾ 1A 1B എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും നല്ലത് ഒരു OMR ബുക്ക് വാങ്ങിച്ചിട്ട് അതിന് അത്ര വലിയ പൈസയൊന്നുമില്ല, ഒന്നുകിൽ ഓൺലൈനിൽ കിട്ടും അല്ലെങ്കിൽ എല്ലാ ബുക്ക് സ്റ്റോളിലും ഈ OMR ബുക്ക് അവൈലബിൾ ആണ്. ഒരുവിധം PSC എക്സാംസൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാവാറ്. ചില മെയിൻ എക്സാംസ് മാത്രമാണ് രാവിലെ ഉണ്ടാവാറ്. അപ്പോൾ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. ഞാൻ സാറ്റർഡേ സൺഡേ ആണ് PYQ വർക്കൗട്ട് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ദിവസം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിനായിട്ട് ടൈം സെറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രിലിംസിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ 10th ലെവലോ ഡിഗ്രി ലെവലോ അതിനനുസരിച്ചിട്ടുള്ള ഇപ്പോൾ 1.25 മണിക്കൂറാണെങ്കിൽ അല്ലെങ്കിൽ 1.5 മണിക്കൂറാണെങ്കിൽ അതിനനുസരിച്ച് ടൈമർ സെറ്റ് ചെയ്ത് ഒരു എക്സാം എഴുതുന്ന ആ ഒരു അന്തരീക്ഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു 1.5 മണിക്കൂർ എഴുന്നേക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈം മാക്സിമം യൂസ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാം. ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഡ്രൈവർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ അകത്ത് 50 മാർക്കിന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളതുള്ളൂ. ബാക്കി 50 മാർക്ക് എന്ന് പറയുന്നത് അവരെ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ 50 എണ്ണം മാത്രം മാർക്ക് ചെയ്ത് ആൻസർ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ചില കുട്ടികൾ ഇപ്പോൾ 10th ലെവൽ പഠിക്കുകയാണെങ്കിൽ 10th ലെവലിൻ്റെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ +2 ലെവലിന് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ VFA എക്സാമിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ VFAയുടെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇതിപ്പോൾ ഡ്രൈവർ എക്സാം ആണ്, എന്നാൽ കൂടെ നമ്മുടെ സിലബസിൽ വരുന്ന കാര്യങ്ങൾ ഇതിലുണ്ട്. ആദ്യത്തെ 50 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോർമൽ ബേസിക് GK പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ടഫും ഉണ്ട്, എന്നാലും അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതാണ് ഞാൻ ചെയ്തത്. ഇനി എക്സാം എഴുതി കഴിഞ്ഞു, മാർക്ക് കിട്ടി, കുറച്ച് ആൻസർ തെറ്റിപ്പോയി, കുറച്ച് ആൻസർ നമ്മൾ അറിയാതെ എഴുതാതെ വിട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അടുത്ത് തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുകയല്ല വേണ്ടത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് വ്യക്തമായിട്ട് ഒന്ന് അനാലിസിസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുകയാണെങ്കിൽ BYQ 1 എന്നോ അല്ലെങ്കിൽ ആ എക്സാമിൻ്റെ പേരോ അത് എഴുതിയതിന് ശേഷം നിങ്ങളുടെ കിട്ടിയ മാർക്ക് തെറ്റിയത് സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് എത്രയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കുക. അതിനുശേഷം ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. അതിൽ നമുക്ക് തെറ്റിയത്, ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റായിട്ട് അറിയുണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പിന്നെ തെറ്റിയ ക്വസ്റ്റ്യൻസ് എന്തായാലും എഴുതണം, സ്കിപ്പ് ചെയ്തത് എന്തായാലും എഴുതണം. എഴുതാൻ താല്പര്യമില്ലാത്തവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ട് അതിലെഴുതി പഠിച്ചാലും മതി. ചില കുട്ടികൾക്ക് എഴുതാൻ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കാണ് അങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് എഴുതി പഠിക്കുക. അല്ലാതെ നോട്ട്സ് എഴുതി പഠിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നല്ലതാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഈ കാണുന്നതാണ് എൻ്റെ നോട്ട് എന്ന് പറയുന്നത്. ഇത് ഞാൻ 2026 മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ എഴുതിയ എക്സാമിലൊരു ക്വസ്റ്റ്യനാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എഴുതിയാന്നുള്ളത്. അപ്പോൾ ഞാൻ ആ വർഷത്തെ എഴുതി. 2024 അവർ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആ വർഷത്തെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം വരാവുന്ന വർഷങ്ങൾ മുഴുവൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റിലേറ്റഡ് ഫാക്ട്സ് എഴുതാറില്ല. ജസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിങ്ങനെ എഴുതി വെച്ചതിനെ കൊണ്ട് നമ്മൾ പഠിക്കില്ല.
അത് എനിക്ക് എപ്പോഴും പറ്റിയിട്ടുള്ള മിസ്റ്റേക്കാണ്. നോട്ട്സ് എഴുതി വെച്ചതിനെ കൊണ്ടോ PYക്ക് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എഴുതി വെച്ചത് കൊണ്ട് നമുക്കത് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ആ ഒരു വീക്ക് നമുക്കത് മൈൻഡിലുണ്ടാവും. പക്ഷേ നെക്സ്റ്റ് വീക്ക് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിന് മുന്നേ എഴുതി വെച്ച ഈ ഒരു റിലേറ്റഡ് ഫാക്ട്സ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്യണം. അല്ലാതെ നമ്മളിങ്ങനെ എഴുതി തീർത്തിട്ട് കാര്യമില്ല. മൈൻഡിലൊന്നും ഉണ്ടാവില്ല, ശൂന്യതയായിരിക്കും. അനുഭവം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ റിവിഷൻ ചെയ്തിട്ട് മാത്രം പുതിയ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഴുതാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്ത് പഠിക്കാം. ഇത് ഞാൻ 2025 കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് എടുത്ത് വെച്ചതാണ്, മുന്നേ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതും ഒരു നല്ലൊരു മെത്തേഡാണ്. ഒരു നോട്ട് കീപ്പ് ചെയ്യുന്നതും നല്ലൊരു മെത്തേഡാണ്. കാരണം എക്സാമിനൊക്കെ പോകുന്നതിന് മുന്നേ ഈ നോട്ടൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാൻ ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ആൻഡ് അനാലിസിസ്. ഇതിനെപ്പറ്റി എനിക്കറിയാവുന്ന ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.